ക്യാരക്ടർ എൻകോഡിങ്ങിന് ഏകീകൃത രൂപമില്ലാതിരുന്നത് കമ്പ്യൂട്ടറുകൾ പരസ്പരം ബന്ധിപ്പിച്ച് വിവരവിനിമയം നടത്തുന്നതിന് പ്രതിസന്ധി ഉണ്ടാക്കി. ലോകത്തെ എല്ലാ ഭാഷകളിലെയും ലിപികൾക്ക് വ്യതിരിക്തമായ കോഡ് പോയിന്റ് നൽകി എൻകോഡിംഗ് വ്യവസ്ഥാപിതമാക്കുക എന്ന ആശയമായിരുന്നു യൂണികോഡ് കൺസോർഷ്യത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. യൂണികോഡിൽ ഓരോ ഭാഷയിലെയും അടിസ്ഥാന ലിപിമാലയിലെ ഓരോ ലിപിക്കും പ്രത്യേകമായ കോഡ് നമ്പർ നൽകി വ്യവസ്ഥപ്പെടുത്തുന്നു. കമ്പ്യൂട്ടറിലൂടെയും സ്മാർട്ട് ഫോണിലൂടെയുമുള്ള മലയാള ഭാഷയുടെ വിവരവിനിമയ സുഗമമായത് യൂണികോഡ് എൻകോഡിംഗ് കാലഘട്ടത്തിലായിരുന്നു. 1991 യൂണികോഡ് സ്റ്റാൻഡേർഡിൻ്റെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങിയത്. 96 യൂണികോഡിൻ്റെ 2.0 പതിപ്പ് പുറത്തിറങ്ങിയപ്പോൾ അതിൻ്റെ പരിധി 16 ബിറ്റിൽ നിന്ന് 32 ബിറ്റിലേക്ക് പരിഷ്കരിച്ചു. ഇതോടെ കൂടുതൽ ഭാഷകളുടെ ലിപികൾ ഉൾപ്പെടുത്താൻ സാധിച്ചു. ഇന്ന് വിവിധ ഭാഷകളിലായി ഏകദേശം 1.5 ലക്ഷത്തിലധികം ലിപികൾ യൂണികോഡിൽ ഉണ്ട്. എല്ലാ ഭാഷകളുടെയും കമ്പ്യൂട്ടർ വ്യവഹാരം സാധ്യമാക്കുക എന്നതായിരുന്നു യൂണികോഡിൻ്റെ ലക്ഷ്യം. ഭാഷാ കമ്പ്യൂട്ടർ വിദഗ്ധരുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള കൂട്ടായ്മയാണ് യൂണികോഡ് കൺസോർഷ്യം. ഭാഷാ കമ്പ്യൂട്ടർ വിദഗ്ധരുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള കൂട്ടായ്മയായിരുന്നു യൂണികോഡ് കൺസോർഷ്യം. പ്രാദേശിക ഭാഷകൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ സഹായകമായ യൂണികോഡ് ലോകത്തിലെ എല്ലാ ഭാഷകൾക്കും പര്യാപ്തമായിട്ടുള്ള എൻകോഡിംഗ് വ്യവസ്ഥയാണ്. യൂണികോഡ് വന്നതോടെ എൻകോഡിംഗ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നിലവിലിരുന്ന സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരുവിധത്തിൽ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്.